ശരി ശരി ഓക്കെ ഞാൻ തിരിഞ്ഞു ചവിട്ടി തള്ളണ്ട എത്തിയോ ഇല്ല തലയിടിക്കാൻ ആണി നിർത്തിയിട്ടുണ്ടോ അവിടെ അതിലെ കൈ അങ്ങനെയല്ലേ കേട്ടോ എടുക്കണ്ട റെക്കോർഡ് ചെയ്യോ? ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് അഡ്വക്കേറ്റ് ഹാൻസിലാക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു കാല് ഞാൻ താറേ കുത്തിക്കൊണ്ട് ആ മലന്ന് കിടന്ന് തടി പോലെ കിടന്നത് കാല് തറയെ കുത്തിക്കിട്ട കള്ളമാ എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പം യാതൊന്നുമില്ല. അജയ ഇല്ലല്ലോ? ഇല്ല 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 ഇല്ല. ഞാൻ കിടക്കാൻ പോവാ. സത്യം പ്രശാന്ത് സാർ പറയുന്നുണ്ട്. റഫറി ആയിട്ട് പ്രശാന്ത് സാറുണ്ട്. പ്രശാന്ത് സാറെ കറക്റ്റാണോ? ചടിക്കോ സാറേ? കാലുകൾ ഉയർത്തി വെക്കുക. കാല് കാണുന്നില്ല. കാലുകൾ ഉയർത്തട്ടെ. ചിരട്ട ഭാഗം കുറച്ചുകൂടി ഉയരട്ടെ. ഞാൻ തൊട്ട് നോക്കാം. ഓക്കെയാണ്. ഇപ്പൊ കറക്റ്റ് റൈറ്റ് പൊസിഷൻ. ഇവിടെ ഒക്കെയാണ് എല്ലാം കറക്റ്റാണ്. ഇപ്പം കറക്റ്റാണ്. അഭ്യാസി തന്നെയാണ്. ഭയങ്കര അഭ്യാസിയാണ്. ഞാൻ അപ്രൂവ് ചെയ്തു. ഓക്കെ, പ്രശാന്ത് സാർ അപ്രൂവ് ചെയ്തു സാറേ. കറക്റ്റാണ്. ഓക്കെ. ലോക്കൽ നീന്ത്. വേണ്ട കുറിപ്പ് എൻ്റെ കുളത്തിൽ കിടന്ന് മാങ്ങാണ്ട് ചപ്പി തിന്നുന്നു. എടാ കുറുപ്പേ, നീ ആണോടാ കുറുപ്പ്? നീ എന്തോ കുറുപ്പാ? നീ എവിടുത്തെ കുറുപ്പാ? നീ ആണോ പ്രശാന്ത് വി കുറുപ്പ്? എടാ നീ എന്തോടാ? നീ എന്തോ കുറിപ്പാ? നീ ആണോ വലിയ MSCT വക്കീലാണോ? വേണ്ട വേറെ ഒരുത്തൻ കൊണ്ട് നടക്കും എൻ്റെ കുളത്തിൽ. വേണ്ട അജിൽ വി രാജൻ. ഒരിക്കലും അവനെ ഇങ്ങനെ പെണ്ണ് അന്വേഷിച്ച് നടക്കുക. പക്ഷെ എൻ്റെ കൂട്ടത്തിൽ കൂടി അവന് പെണ്ണ് കിട്ടുന്നില്ല. നീന്തിക്കൊണ്ടിരിക്കുക. നീ കാര്യം പറയടാ. അജിലെ ഒരു പോക്ക. എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു. നിനക്ക് പിന്നെ എന്തറിയോ, പെട്ടെന്ന് കല്യാണം കഴിച്ചോണേ. പ്രശാന്ത് കുറിപ്പിന്റെ ശിഷ്യനാണ് അജിൽ വി രാജൻ. നമ്മളെ ജോർജ് സാറ് പിന്നെ യാത്രയാക്കുന്നു. ജോർജ് സാറും ഭാര്യയും നമ്മുടെ സംരംഭത്തിൽ ആണ്ടാ പ്രസന്ന അറിയത്തില്ലയോ? SNDP കൗൺസിലാണ്, താലൂക്ക് കൗൺസിലാണ്. എന്തുവാടേ ഇതെന്തുവാടേ? ഇതെന്തോ നനഞ്ഞേക്കാം. ഇത് നനഞ്ഞല്ലേടേ? ഇതെന്താ നാണഞ്ച്? കുളത്തിനകത്ത് മേളിൽ കയറുന്നു. കുളത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ കുളത്തിനകത്ത് തന്നെയാ. നീ എന്നാ കുളത്തിനകത്ത് മേളിൽ കയറ. ചോണ
തിരിച്ചു തന്നില്ല എന്നൊന്നും പറയരുത്. അതുകൊണ്ട് ഇവനെ പിന്നെ എന്റെ കുളത്തിൽ മുങ്ങാൻ വേണ്ടി കൊടുത്ത നിക്കറ 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 ഇങ്ങനെ ഇവന്റെ വയറ് ഇത്രയായി. വേറെ ഉണ്ട് ഇല്ലേ അണ്ണം പറയും 10 പേര് നിൽക്കുമ്പോഴായിരിക്കും പറയുന്നേ ഇടാ നീ ഇങ്ങ് വന്നേ എന്നെ നിക്കരുത്. അല്ല ഇവനെ എന്നാൽ ഈ നിക്കറത്തെ വലുതാക്കി എന്തിനാ? അതുകൊണ്ട് ഇവിടൊക്കെ അങ്ങ് വലുതായി വലുതായി ഇവിടൊക്കെ അങ്ങ് വലുതായി. എന്നെ പോലുള്ള ഇത്രയും ഒരു വലിയ മഹത് വ്യക്തി ഈ നിക്കറിട്ടു എന്നുള്ളത് തന്നെ അണ്ണന് വലിയ ഇനി നിക്കർ കൊള്ളാമോ? പുതിയ നിക്കർ വേണം എനിക്ക് പുതിയ നിക്കർ വേണം. ഇവൻ ആരാന്നറിയാം? പുലിയ ഞാൻ വേറും പടം ഇത് പിന്നെ പാഷാണത്തിൽ കൃമി എന്ന് വെച്ചാൽ ഇങ്ങനെ പാഷാണത്തിലെ കൃമി. പാഷാണെന്ന് വെച്ചാൽ വിഷം, വിഷത്തിനകത്തെ കൃമി എന്ന് വെച്ചാൽ അവന്റെ പവർ എന്ന് ഓർത്ത് ഇവനാണ് പാഷാണത്തിൽ. എനിക്ക് വയ്യ വിഷത്തിനകത്തെ കൃമി എന്ന് ഓർത്ത് പോയി. വിഷത്തിനകത്തുള്ള കൃമിയുടെ ആ പൊട്ടൻസി എന്ന് ഓർത്ത് പോയി. അതാണ് പാഷാണത്തിൽ കൃമി. ഇവനാണ് പാഷാണത്തിൽ കൃമി. പ്രശാന്ത് ബി കുറുപ്പ്, അഡ്വക്കേറ്റ് പത്തനംതിട്ട. ഇവനാണ് MSCT രാജാവ്. 1500 MSCT കേസുണ്ട്. ഷിബു ഈ കുളം ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ അവനുണ്ടാക്കി. ഇവൻ എന്നെ വലിപ്പിച്ച് ഈ കുളത്തിന് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി എന്നെ വിറ്റു. വേണ്ട കേട്ടോ. ഓ ഇങ്ങപ്പുറത്തെ പോരെ സൈഡ് കൊണ്ടിരിക്കുക. അവിടെ സൈഡിൽ കൂടെ നടന്നു പോകും. നീ മറ്റേ സൈഡ് അവിടെ ഇടി സാധനം കൊണ്ട് മുട്ടല്ലേ വല്ലോ. ഓ നിക്കടാ ഷിബു പിള്ളേരെ നീന്ത് പഠിപ്പിക്കുകയാണ്. ഷിബു കോൺട്രാക്ടർ നീന്ത് പഠിക്കുക. അവന് കൃത്യമായിട്ട് നീന്തറിയാത്തവനാണ്. അവൻ പിള്ളേരെ നീന്ത് പഠിപ്പിക്കുക. അവൻ ഇന്നേ വരെ നീന്തിയിട്ടില്ലാത്തവനാണ്. കണ്ടോ ഷിബു കോൺട്രാക്ടർ. ആ വേണ്ട. അയ്യോ അവൻ്റെ നെഞ്ചാങ്കൂടെ താർന്ന ചാടി. $125 കിലോ എൻ്റെ വെയിറ്റ്. 125 കിലോ. ഇവനെ കുറന്തുണ്ടിയാനെ ഒരൊറ്റ ഇടി അടിച്ചു. അത് പീ എന്നൊരൊറ്റ വലിയൊരു തുറി അവൻ്റെ മസ്തകത്തെ നോക്കി ഒന്ന് ഇടിച്ചു കളഞ്ഞു. കണ്ട ഭയങ്കര ഇതാ. ഒരൊറ്റ ഇവനൊരു വളി വിട്ടാൽ ആ ഭാഗം ആന പറഞ്ഞില്ല. അവിടെ അത്രയും വലിയൊരു എഴുത്തുണ്ടാക്കി ഗർത്തമാണ് ഇവൻ്റെ ഒരു പൊറി. ഇവിടെ പൊറിയൻ ഷിബു എന്ന് പറയും. ഇവനാണ് ഈ ഇതിൻ്റെ കോൺട്രാക്ടർ. എൻ്റെ കുളം തോണ്ടിയ ഇവൻ അതുകൊണ്ട് ഇവന് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി. ഇവൻ്റെ 2 പെൺപിള്ളേരെ കെട്ടിക്കാനുള്ള പൈസയാണ് ഇവനുണ്ടാക്കി, കാശുണ്ടാക്കി. 1 2 3 ഓക്കെ. ഓ 2 പേരും തുല്യം. 2 പേരും വിജയിച്ചു. 3 അവളും വിജയിച്ചു. അവൾ ഏറ്റവും മുന്നിൽ വിജയിച്ചത്. ഇവൾ ഷാജീബിൻ്റെ മോളായോണ്ടാണ് പെട്ടെന്ന് വിജയിച്ച്. ഇല്ലയോ? നീ മോളെ പൈസ എങ്ങനെയാ കുളത്തിൽ കുളിക്കുന്നുണ്ട്? നിൻ്റെ അച്ഛൻ്റെ 1000 രൂപ ഇങ്ങനെ വാങ്ങിച്ചാൽ ഒരു ദിവസം കുളിക്കാൻ 1000 രൂപ. ഇവിടെ അച്ഛന്മാർ തന്നു 2000 രൂപ ദിവസം 2000 രൂപ അയച്ചു തരും. നിൻ്റെ കൊച്ചച്ഛൻ തന്നില്ല. അവളെ അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ അച്ഛൻ തരത്തില്ല എന്നും. ആ
ആ പൈസ താ. പൈസ ആയിരുന്നില്ല നിന്നെ ഇതിനകത്ത് കയറ്റത്തില്ല. പാമ്പിനെ ഇറക്കി വേണം, പാമ്പിനെ.